അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ കാര്യമാണ് അല്ലെ? അച്ചീവ്മെന്റ് ടെസ്റ്റ് ബേസിക്കലി 2 ടൈപ്സ് ഉണ്ട്. വൺ ഇസ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, സെക്കൻഡ് വൺ ഇസ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് രണ്ടും എന്താന്ന് നോക്കാം. എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു എന്താ പറയാ, നമ്മളിപ്പം ഈ പറയുന്ന പോലെ ബോർഡ് എക്സാംസ് അതൊക്കെ എന്താണ്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു എക്സ്പേർട്ട് ടീം ഉണ്ടാവും. അവര് കെയർഫുള്ളി കൺസ്ട്രക്ട് ചെയ്ത ടെസ്റ്റ് ആയിരിക്കും ഈ നമുക്ക് ബോർഡ് എക്സാമിനൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ? അത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. എന്നാൽ ടീച്ചർ മെയ്ഡ് ടെസ്റ്റോ, നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ് ടെസ്റ്റിനൊക്കെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളും നമ്മളായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ? സോ അതാണ് എന്ത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ടെസ്റ്റ് ആണ്. പക്ഷെ എന്താണ്, സ്റ്റാൻഡേർഡൈസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് ആയിരിക്കും. എന്നാൽ ടീച്ചർ മെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു നമ്മുടെ സ്കൂളിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എഴുതിയിരിക്കുന്നത് കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആർ സിമിലർ ഇൻ മെനി വേസ്. രണ്ടും ഒരുപോലെ തന്നെയൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ആയിരിക്കണം. ബോത്ത് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കെയർഫുള്ളി പ്ലാൻഡ് ടേബിൾ ഓഫ് specifications. Both have the same type of test items and both provide clear directions to the students. ഇപ്പൊ നമ്മൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യുക, നമ്മൾ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇപ്പൊ ബോർഡ് എക്സാമിന്റെ മോഡൽ എന്താണോ ആ മോഡലിലായിരിക്കും നമ്മൾ ക്ലാസ് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അപ്പം അതിന്റെ മോഡലും ഡയറക്ഷൻസും കാര്യങ്ങളും എല്ലാം എന്ത് സിമിലർ തന്നെയായിരിക്കും. ഓക്കെ, സ്റ്റിൽ ദേ ടു ഡിഫർ. They differ in the quality of the test, the reliability of the test measures, the procedures for administrating and scoring, and the interpretation of scores. അപ്പം എവിടെയാണ് ഡിഫർ ചെയ്യുന്നത്? ഒരേപോലെയാണെന്ന് പറഞ്ഞാലും പല രീതിയിലും ഒരേപോലെയാണെന്ന് പറഞ്ഞാലും ടെസ്റ്റിന്റെ ക്വാളിറ്റി, ഇപ്പൊ ഒരു എക്സ്പേർട്ട് ടീം ഇരിക്കുന്ന പോലെയാണ് ഒരു എക്സ്പേർട്ട് ടീച്ചർ ഇരിക്കുന്നത് അല്ല അല്ലെ? അപ്പം അതേപോലെ ഒരു ക്വാളിറ്റി ഓഫ് ടെസ്റ്റില് അതിന്റെ റിലയബിലിറ്റിയില് എങ്ങനെയാണോ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നുണ്ടാവുക? എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് ചെയ്യുന്നുണ്ടാവും അല്ലെ? മേ ബി നമ്മൾ ഒരു ബെഞ്ചിൽ 2 പേരോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ 3 പേരോ അങ്ങനെയൊക്കെ ആക്കിയിട്ട്. പക്ഷെ നമ്മൾ ബോർഡ് എക്സാമിന് എങ്ങനെയായിരിക്കും? അത് സ്ട്രിക്റ്റ് ആയിട്ട് അതെങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം, എത്ര ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവണം എന്ന രീതിയിലെല്ലാം അത് എന്താ പറയാ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിലൊക്കെ എന്തുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാണാം. പിന്നെ അതേപോലെ തന്നെ സ്കോറിംഗ് എങ്ങനെയാണ്? എക്സാക്ട്ലി നമ്മൾ ടീച്ചർ റാൻഡംലി സ്കോർ ചെയ്യുന്ന പോലെയല്ല, അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കീ ഉണ്ടാവും, ആൻസർ കീ ഉണ്ടാവും. ആ ആൻസർ കീയുടെ ബേസിസിലായിരിക്കും സ്കോറിംഗ് നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയായിരിക്കും? ആ ഒരു സ്കോറിന്റെ ബേസിൽ ഇപ്പൊ സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആയിട്ട് നമുക്കൊരു സ്കോർ കൊടുക്കുക. ഈ കുട്ടി പാസ് ആണ്, ഈ കുട്ടി ഫെയിൽ ആണ് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. അപ്പം അതിന് കുറച്ച് കമ്പാരിസൺസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിലാക്കിയേ ഉള്ളൂ. സോ ടീച്ചർ മെയ്ഡ് എന്ന് പറയുന്നത് ബേസിക്കലി ടീച്ചർ ഉണ്ടാക്കിയതാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാകാം. ഓക്കെ, ആൻഡ് പിന്നെ പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഇല്ല. ബട്ട് വി വിൽ ട്രൈ ടു ഡു വാട്ട്, വി വിൽ ട്രൈ ടു ആ മോഡൽ ഫോളോ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ടാവും ടീച്ചേഴ്സ്. പിന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, സ്കോറിങ് ഇതിന്റെ കാര്യത്തിലൊന്നും വലിയ സ്ട്രിക്ട്നെസ് ഉണ്ടാവില്ല അല്ലേ? അപ്പം ഇതാണ് നമ്മൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. സ്റ്റാൻഡേർഡൈസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന വളരെ കെയർഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ്സും കാര്യങ്ങളും മീൻസ് ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർ ടെസ്റ്റ് ആയിരിക്കും അത്. സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ്സ്, സ്കോറിംഗ് പ്രൊസീജിയർ അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ബോത്ത് ദ ടെസ്റ്റ്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ് ആണ് അതിന്റെ ഫീച്ചേഴ്സ്. അത് തന്നെ ഞാനൊന്ന് ഫീച്ചേഴ്സ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീച്ചേഴ്സും പ്രോപ്പർട്ടീസും അതേപോലെ ബേസിക് എക്സ്പ്ലനേഷനും എല്ലാം നമുക്കൊന്നുകൂടെ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് നമുക്ക് എന്താ പറയാ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് ടീച്ചർ മെയ്ഡ്? പൊതുവെ എന്താണ് ടീച്ചർ കരിക്കുലം അലൈൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെ? അതേപോലെ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഒക്കെ കാണും. അപ്പൊ തന്നെ കുട്ടികൾക്ക് നമുക്കൊരു ഫീഡ്ബാക്കും കൊടുക്കാൻ സാധിക്കും അല്ലെ? പിന്നെ പോരാത്തന്നെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോ വേണേൽ നടത്താം. അങ്ങനെ കോസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോ പറ്റുമോ അല്ലെങ്കിൽ എത്ര പോർഷൻ കഴിഞ്ഞ് എനിക്കൊരു ടെസ്റ്റ് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഓക്കെ, സോ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് കുറച്ചുകൂടെ സിമ്പിൾ ഫോർമാറ്റ് ആണ്. എന്നാൽ അതിന് പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നങ്ങൾ? അവിടെ ബയസിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാ പോർഷൻസും കവർ ആയോ എന്നുള്ളത് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ടെസ്റ്റ് ഇട്ടോണ്ടിരിക്കുമ്പോൾ അത് ടെസ്റ്റ് കൊടുക്കുമ്പോൾ അതിനായിട്ട് നമുക്ക് സമയവും വേണം അല്ലെ? അപ്പൊ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, ടെസ്റ്റ് വിടണം, അത് നോക്ക് ആൻസർ ഷീറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പിന്നെ അതേപോലെ ഒരു സ്കോപ്പ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, നാരോ ആണ്, കുട്ടി പഠിക്കണം എന്നുള്ളതുണ്ട്. ബട്ട് അതർവൈസ് നമുക്ക് വലിയ
വൈഡ് സ്കോപ്പ് ഇല്ല, പിന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ബിക്കോസ് പല ടീച്ചേഴ്സ് എങ്ങനെ ഉണ്ടാവുക, പല രീതിയിലായിരിക്കും ഗ്രേഡ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്, ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. അതേപോലെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിനെ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഓറൽ ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് റിട്ടൺ ടെസ്റ്റ്. അപ്പൊ ഓറൽ ടെസ്റ്റിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം, ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടും. ഓക്കെ, സോ ഓറൽ ടെസ്റ്റ് എങ്ങനെയാവാം, ഫോർമൽ. ഇപ്പൊ വൈവ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഫോർമൽ ആയിട്ടുള്ള ഓറൽ ടെസ്റ്റ് ആയി. എന്നാൽ ഇൻഫോർമൽ ആയിട്ടും നമ്മളിപ്പം ക്ലാസ്സിൽ ഒരു ചോദ്യം ഒരു കുട്ടിയോട് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചതെന്നുള്ളത് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാൻഡം ആയിട്ട് ഒരു കുട്ടിയോട് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെന്താ, ഇൻഫോർമൽ ആയിട്ടുള്ള ഓറൽ ടെസ്റ്റ് ആണ്. പിന്നെ അതിനൊരു ക്ലാസിഫിക്കേഷൻ കൂടെയുണ്ട്. ഡിപെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ യോർ ടോക്ക്. എത്ര പേരെ കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഒരാളോട് സംസാരിക്കുന്നത് 1 to 1 ആണെങ്കിൽ അതിനെന്ത് പറയും, ഡയലോഗ് എന്ന് പറയും. എന്നാൽ ഒരാൾ തന്നെ നമുക്കിപ്പോ ഒരു എന്താ പറയുക, പ്രസന്റേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരാൾ മാത്രമായിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ, മോണോലോഗ് ആണ്. എന്നാൽ പലരും ഇപ്പൊ ഡിബേറ്റ് പോലൊരു കാര്യമാണെങ്കിൽ അതാണെങ്കിൽ എന്താണ്, മൾട്ടിലോഗ്. ഓക്കെ, സോ ഓറൽ ടെസ്റ്റിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓറൽ ടെസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, മോണോലോഗ്, ഡയലോഗ് ആൻഡ് മൾട്ടിലോഗ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ സെക്കൻഡ് എന്തായിരുന്നു, ഓറൽ ടെസ്റ്റും. സെക്കൻഡ് വൺ ഇസ് റിട്ടൺ ടെസ്റ്റ്. അതായത് രണ്ടും എന്താണ്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്, ഓറൽ ടെസ്റ്റും റിട്ടൺ ടെസ്റ്റും. അപ്പൊ ഓറലിന്റെ ആണ് നമ്മൾ നേരത്തെ കണ്ട ക്ലാസിഫിക്കേഷൻ. ഇനി റിട്ടൺ ടെസ്റ്റിനും അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്, സബ്ജക്റ്റീവ് ടെസ്റ്റും ഒബ്ജക്റ്റീവ് ടെസ്റ്റും. അപ്പൊ സബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, വളരെ എലോബറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിംഗ് പാറ്റേൺ ആയിരിക്കും. അപ്പൊ അതിൽ എസ്സേ ടൈപ്പ് ആവാം, ഷോർട്ട് ആൻസർ ആവാം, അല്ലേ. സോ അതെല്ലാം എന്താ, സബ്ജക്റ്റീവ്. എന്നാൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്താണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചുരുക്കത്തില് ഒരു പോയിന്റിലൊക്കെ ആൻസർ ചെയ്യുന്ന ടൈപ്പ് ടെസ്റ്റുകളായിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ അഗെയിൻ അത് 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് സപ്ലൈ ആൻഡ് റീകോൾ, സെക്കൻഡ് ഇസ് സെലക്ഷൻ ആൻഡ് റെക്കഗ്നീഷൻ. അപ്പൊ സപ്ലൈ റീകോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് എന്താ പറയാ, പ്രൊവൈഡ് ചെയ്യുക ക്ലൂസ്, അതിൽ നിന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. ഓക്കെ, എന്നാൽ MCQ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ഓൾറെഡി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ഷൻ ആൻഡ് റെക്കഗ്നീഷൻ ആണ്. മറ്റേതെന്താണ്, സപ്ലൈ ടൈപ്പ് ആണ്. ഓക്കെ, സോ ഇതാണ് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിന്റെ നമുക്ക് ഒരു പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ സ്റ്റെപ്സ് ആണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത്.